നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്. നിങ്ങളുടെ പേഴ്സൺ അത് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ. യെസ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം, നിങ്ങൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ തിരികെ നൽകണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും എൻഡ് ആയി പോകുന്നതല്ല. ഓക്കെ. നിങ്ങൾ ചിലപ്പോൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പല തവണയും നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് പോലും ഉണ്ടായിട്ടുണ്ടാവാം. എല്ലാം അവസാനിച്ചു പോയി എന്ന് തോന്നുന്ന നിമിഷത്തിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. ആൻഡ് യെസ്, ആ ഒരു സന്തോഷമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവര് വളരെയധികം ആകാംക്ഷയോട് കൂടിയ ഉത്കണ്ഠയോട് കൂടി തന്നെ അവർ വെയിറ്റ് ചെയ്യാണ്. അവർക്കറിയാം ആ ഒരു പാത്ത് അല്ലെങ്കിൽ നിങ്ങളുടെയും അവരുടെയും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കുക എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. യെസ്, ആ ഒരു സന്തോഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കുക എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അത്രയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാണ്. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരും എന്നുള്ളതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണ് വീണ്ടും വീണ്ടും നമുക്ക് ലഭിക്കുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. അവർക്ക് മറ്റ് കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സണ് അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങൾക്കും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. എത്രയധികം ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത്. ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം എൻഡ് ആയി പോയി എന്നുള്ള നിമിഷത്തിൽ പോലും അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവും എന്ന്. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകരുത് എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്. നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകുന്നതായിട്ടുള്ള ഒരു ഒരു ചിന്ത അവർക്കുള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഒരിക്കലും അവർക്ക് നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവരുടെ ലൈഫിന് പോലും ഒരു കംപ്ലീഷൻ ഇല്ലാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അവരുടെ ലൈഫിലുള്ള ആ ഒരു പ്രകാശമാണ്, ആ ഒരു വെളിച്ചമാണ് നിങ്ങളെന്ന് വിശ്വസിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ ഒരു നിങ്ങളെ അവർ വളരെയധികം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഒരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്യൂനായിട്ടോ എല്ലാം അവർ കാണുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അത്രത്തോളം വലിയൊരു സ്ഥാനമാണ് അവർക്കുള്ളത്. മേ ബി അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ആ ഒരു കാര്യം. പക്ഷെ അവർക്കൊരിക്കലും നിങ്ങളെ വിട്ടുമാറാനായിട്ട് കഴിയില്ല. ഓക്കെ. നിങ്ങൾ പോലും അറിയാത്ത രീതിയിലുള്ള ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ, ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പറയാൻ കഴിയാത്ത അത്രയധികമായിട്ടുള്ള പ്രോബ്ലംസ് ഈ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടാവാം. ആ വ്യക്തിയിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടാവില്ല. പക്ഷെ അവർ നിങ്ങളോട് മറച്ചു വെക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യത്തിലൂടെ അവർ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്ത് പോകുന്നത് എന്നാണ് കാണുന്നത്. അവർ മനഃപൂർവ്വമായിട്ട് തന്നെ
നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ്. അവർക്കൊരു സ്പേസ് കൊടുക്കുക, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വ്യക്തിയിൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യമോ ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു പ്രോബ്ലം അവർ അവരുടെ ലൈഫിൽ നിന്ന് എൻഡ് ആവുന്നതോടൊപ്പം തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കാർഡും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ ഒരു യഥാർത്ഥമായിട്ടുള്ള പേഴ്സണാണ് അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത്. ഈ വ്യക്തി ആ ഒരു കാര്യത്തിനെ പറ്റിയുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ട്. അവർ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളിലേക്ക് തിരികെ വരേണ്ടത്, എങ്ങനെയാണ് നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടത് എന്നുള്ള ഒത്തിരി ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്, എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നതും. നിങ്ങളുടെ ലൈഫിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. ഇത്രയും നാളും നിങ്ങളുണ്ടായിരുന്ന ആ ഒരു ഡാർക്ക്നെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ കുറച്ചായിട്ട് തന്നെ മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ്. ആൻഡ് സറണ്ടർ ടു ദ ഡിവൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രോബ്ലംസ് ഉള്ളത്, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക, ഡിവൈനിൽ സറണ്ടർ ചെയ്യുക. ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്ന് പറയുക. അത് അഫർമേഷനാണ്, പല റീഡിങ്സിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് റിലീഫ് കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു അഫർമേഷനാണ്. നിങ്ങൾക്ക് ഒന്നിനും കഴിയുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങൾക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാവാം, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവാം. പക്ഷെ ആ സമയത്തെല്ലാം നിങ്ങളതെല്ലാം ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ നൽകുകയാണ്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു പോയ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇനിയും റിപ്പീറ്റ് ആയിട്ട് വരണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യങ്ങൾ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക. അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക. സറണ്ടർ ടു ഡിവൈൻ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർക്കുക. എന്ത് പ്രോബ്ലംസ് ആണ് വരുന്നത് അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഓക്കെ, അത് വലിയൊരു റിലീഫാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ പോലെ ഉള്ളൊരു മാറ്റം സംഭവിക്കും എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. യൂണിവേഴ്സിൽ നിന്നും നമുക്ക് ആ ഒരു പവർഫുൾ ചേഞ്ച് ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജ് ആണ് ലഭിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഓക്കെ.